ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ച തൊട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 8th വീക്ക് വരെ, 8ാമത്തെ ആഴ്ച വരെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 9th വീക്കാണ്. അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോസ് കാണാത്ത ആൾക്കാർ പോയി കാണുക. അപ്പോൾ 9th വീക്കിൽ എന്തൊക്കെയാണ് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ, അമ്മയ്ക്ക് വരുന്ന മാറ്റങ്ങൾ എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് 9th വീക്ക് എന്ന് പറയുമ്പോൾ അത് നമുക്ക് 3ാമത്തെ മാസമായിട്ട് കണക്കാക്കാം. ഗർഭകാലത്തിൻ്റെ ഓരോ ആഴ്ചകളിലും പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 9ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സമയത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ മിക്ക പ്രശ്നങ്ങളും 3ാമത്തെ മാസത്തോടു കൂടി എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചിലർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും. അത് ചുരുക്കം ചിലരിൽ മാത്രമാണ്. മിക്ക ആൾക്കാർക്ക് 3ാമത്തെ മാസം തീരുന്നതോടുകൂടി എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. അപ്പോൾ ഇനിയുള്ളത് 9ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റിയാണ്. അതായത് കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ ടൈമിൽ കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഒലീവിൻ്റെ ആ ഒരു സൈസായിരിക്കും. അതുപോലെ തന്നെ ഈ ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ ഹൃദയം 4 അറകളായിട്ട് വിഭജിക്കപ്പെടുകയും രക്തം അതിവേഗം പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള ഈ ആഴ്ചയിലെ കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കുഞ്ഞിൻ്റെ മുഖത്തെ സവിശേഷതകളും കൺപോളകൾ, മൂക്ക് എന്നിവ വികസിക്കാൻ തുടങ്ങും. കുഞ്ഞിൻ്റെ തല ശരീരത്തേക്കാൾ വലുതായിരിക്കും. അത് നമുക്ക് ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നീടാണ് അത് മാറി അത് വരുന്നത്. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ രൂപം കൊള്ളും. കുടലും ജനേന്ദ്രിയവും ഒക്കെ വികസിക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ 9th വീക്ക് തൊട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഈ 9th വീക്ക്, അതായത് 9ാമത്തെ ആഴ്ചയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഇനി അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇനിയാണ് അമ്മയുടെ ശരീരഭാരം കൂടാൻ തുടങ്ങുന്നത്. ഈ ആഴ്ച തൊട്ടായിരിക്കാം ശരീരഭാരം കൂടാൻ തുടങ്ങുന്നത്. സ്തനങ്ങൾക്കും അരക്കെട്ടിനൊക്കെ വലുപ്പം കൂടാൻ തുടങ്ങും. ചില വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും, നെഞ്ചിരിച്ചിലുണ്ടാവും, ദഹന പ്രശ്നങ്ങളുണ്ടാകും, മലബന്ധം ഉണ്ടാകും, നടുവേദന ഉണ്ടാകും. എന്നാലും കഠിനമായിട്ടുള്ള നടുവേദനയോ അല്ലെങ്കിൽ മലബന്ധമോ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ ടൈം വിശപ്പ് കൂടുതലായിരിക്കും. നേരത്തെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ വെറുപ്പായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ കൊതി തോന്നുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാൻ തോന്നും. എന്നിരുന്നാലും സമീകൃത ആഹാരമാണ് ശീലമാക്കേണ്ടത്. എല്ലാം അമിതമായിട്ട് കഴിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് കുറച്ച് നേരം, ഇപ്പം ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ രാവിലെ കഴിക്കുവാണെങ്കിൽ 2 ഇഡ്ഡലി കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ, രാവിലെ 8 മണിക്ക് 2 ഇഡ്ഡലി കഴിക്കുക, 11 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു 2 ഇഡ്ഡലി കഴിക്കുക. അങ്ങനെ കുറച്ചായിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, വയറ് കുറച്ചും കൂടെ വീർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഈ സമീകൃത ആഹാരം ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ ടൈം. എന്നാലേ ആവശ്യത്തിനുള്ള പോഷകങ്ങളൊക്കെ കുഞ്ഞിനും അതിനു വേണ്ടി ലഭിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വിശ്രമം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളതാണ് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നത്. അതായത് കുഞ്ഞ് വളരുന്നതനുസരിച്ച് ഗർഭപാത്രം മൂത്രാശയത്തിൽ അമർത്തുകയും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് യൂറിൻ എപ്പോഴും പാസ് ചെയ്യാൻ തോന്നുന്നു എന്ന് കരുതിയിട്ട് വെള്ളം കുടിക്കാതിരിക്കുക, യൂറിൻ പാസ് ചെയ്യാൻ പോവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റുക. കൂടുതൽ തവണ മൊഴിക്കുന്നതിൻ്റെ ആവശ്യകത നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിച്ച രക്തത്തിൻ്റെ അളവിന് കാരണമാകും. ഇത് നിങ്ങളുടെ വൃക്കകളെ അധിക സമയം പ്രവർത്തിക്കാനും ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കുടിക്കുകയും ചെയ്യണം. കാരണം ശരീരത്തിന് ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ ചിലരെ അലട്ടുന്നൊരു പ്രശ്നമാണ് ശരീരത്തും അല്ലെങ്കിൽ മുഖത്തൊക്കെ മുഖക്കുരു ഉണ്ടാകുന്നത്. ഇതൊക്കെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടിട്ട് ചില ആൾക്കാരിൽ ഉണ്ടാകുന്നതിന് ചിലരിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് എടുക്കണ്ട. ഇതൊരു പ്രഗ്നൻസി ടൈമിലെ ഒരു സിംറ്റമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. അതിൻ്റെ ഒരു
ടൈം കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും, ക്ലിയർ ആയിട്ട് തന്നെ സ്കിന്ന് വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരിക്കലും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ വലിപ്പം കൂടുന്നതും കട്ടി അനുഭവപ്പെടുന്നതൊക്കെ ഈ ഗർഭകാലത്തിൻ്റെ സിംറ്റംസാണ്. അത് ഓരോ അവസ്ഥയിലും കാണുന്ന ഓരോ ലക്ഷണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും ഒരു ബുദ്ധിമുട്ട് വരുത്തണ്ട. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലൂസായിട്ടുള്ള ബ്രാസോ ഡ്രസ്സും ഇടുക, ടൈറ്റായിട്ടുള്ളത് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയൊക്കെ ജീൻസ് പോലുള്ള ടൈറ്റായിട്ടുള്ള, അതായത് വയറിൻ്റെ ഭാഗത്ത് ടൈറ്റായിട്ട് കിടക്കുന്ന ജീൻസ്, ലെങ്സ് പോലുള്ളവ മാറ്റുക. അതായത് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക. കഴിവതും കോട്ടൺ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പാൻറ്റീസ് ഒക്കെ പെട്ടെന്ന് തന്നെ, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈർപ്പം നിൽക്കുന്നതായിട്ടുള്ള പാൻറ്റീസ് ഉണ്ടെങ്കിൽ ഉടനെ അത് ചേഞ്ച് ചെയ്യുക. കാരണം ബാക്ടീരിയലും ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ ഈ ടൈം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അത്രയും ഹൈജീനായിട്ട് തന്നെ പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ 10th വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ച എന്നതിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.